വരുമ്പോ സിറ്റി മാർട്ടിൽ കയറാനും മതി. എന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാ മുട്ടോളി, പഞ്ചസാര, കാശ്മീരി ചില്ലി പൗഡർ, ചിക്കൻ മസാല. എത്ര? റിഹാൻ വണ്ടി എടുത്തോളൂ. അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ രാവിലെ തന്നെ ഒരു മുട്ടൻ പണി കിട്ടിയതാണ്. ദാ ഇപ്പം കാണാട്ടോ എന്താന്നുള്ളത്. ഒന്ന് വേരി തുറക്കാൻ കിട്ടണില്ല. കത്തി വേണോ? മൂർച്ചുള്ള ഭാഗത്താക്ക്, എന്നാലേ കേറുള്ളൂ. ആട് പോകണ്ട. ഈ പാഴ്പാത്രത്തിന്റെ അത് സിമ്പിളായിട്ട് കിട്ടും. ഫുള്ള് അടയ്ക്കുമ്പോ കുറച്ചൊരു ഇപ്പൊ ഇതാ പാൽപാത്രത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. ഡെയിലി ഇക്കാനെ വിളിക്കേണ്ടി വരുമോ എന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ പാലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേഗം പോയിട്ട് ചായ വെക്കണം. അപ്പോൾ ഇത് സാറ്റർഡേയിലുള്ള നമ്മുടെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പലരും എന്നെ കാണുമ്പോൾ തടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഫാറ്റ് ലോസ് ആയിരുന്നു എനിക്ക് കൂടുതൽ. ഇനിയിപ്പോൾ ഫാറ്റ് കൂടിയോ എന്ന് എനിക്കറിയില്ല. വെയിറ്റ് ഞാൻ കുറഞ്ഞിട്ടുണ്ട്, 70 കിലോ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചായ വേഗം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് നെക്സ്റ്റ് പരിപാടി? നമുക്ക് ഒരുപാട് കമൻറ്റ്സ് അയച്ചിട്ടുണ്ട് കേട്ടോ. എഗ്ഗ് കുക്കറിൽ പുഴുങ്ങിയാൽ പെട്ടെന്നാവും, ഒരു വിസിൽ ഗ്യാസ് ലാഭിക്കാം. ഇൻഷാല്ലാ ഇനി നോക്കാം. പക്ഷേ എനിക്കതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. എപ്പോഴും ഒരേപോലെ തന്നെയാണ് തോന്നാറുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ നിന്നിട്ടില്ല ഒന്നാമത്. പിന്നെ ഹായ് ജിനി, മുടി ഇങ്ങനെ ചെയ്താൽ കുറേ കഴിയുമ്പോൾ തല കഷണ്ടിയാകും. ഞാൻ ചെയ്തതാ പണ്ട്, ഇപ്പോൾ ആകെ മോശമായി. ഹെയർ അയൺ ചെയ്യുന്നതൊന്നും നല്ലതല്ല, ഇനി ചെയ്യണ്ട. സ്നേഹം കൊണ്ട് പറയാ. ഫസ്റ്റ് നമുക്ക് നല്ല സുന്ദരിയായിട്ട് തോന്നും, പിന്നീട് മുടി പോകും. എൻ്റെ മുടി ജട വരുമായിരുന്നു അങ്ങനെ ചെയ്തിട്ട്. ഫേസൊക്കെ ലുക്ക് തോന്നും, പക്ഷെ പിന്നീട് മുടി കൊഴിയും. അയ്യോ എനിക്ക് പേടിയാവുന്നു നിങ്ങളുടെ ഇങ്ങനത്തെ കമൻറ്റൊക്കെ കാണുമ്പോൾ. ഇപ്പം എന്തായാലും മുടി കൊഴിയണില്ല. മുടി കൊഴിയാണ്ടിരിക്കാനുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ചെയ്തത്, ബയോട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം എനിക്ക് മുടി കൊഴിയലില്ല കേട്ടോ. ഇനിയിപ്പോൾ വരാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? നിങ്ങളൊക്കെ പറയണ പോലെ തന്നെ സംഭവിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നോക്കാം. നമുക്ക് അയൺ ചെയ്യണത് നല്ലതൊന്നും അല്ല എന്ന് എനിക്കും അറിയാം. എന്തായാലും ഒരു ദിവസം മുടിയൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പം നമ്മളെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ അവിടെ വെച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്യാനാ എന്ന് ഞാനിങ്ങനെ 30 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കാൻ തുടങ്ങി. എനിക്കും ഭയങ്കര പേടി കേട്ടോ സ്ട്രെയിറ്റ് ചെയ്യണമെന്ന്. പക്ഷെ നല്ല ആഗ്രഹമായിരുന്നു. ആരോട് ചോദിച്ചാലും മുടി കൊഴിയും. ഇതേ തന്നെ കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്.
അപ്പം ഞാനും ചെയ്യാണ്ട് ഇത്രയും കാലം പിടിച്ചു നിന്നു. പിന്നെ എനിക്ക് പെട്ടെന്നൊരു തോന്നൽ ഒന്ന് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള നമുക്കൊരു ഇതുണ്ടാവില്ലേ. അങ്ങനെ വന്നപ്പോൾ ഓക്കെ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ സ്ട്രെയിറ്റും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തതാണ്. ഇനി വരുന്നതൊക്കെ വഴി വെച്ച് കാണാം അല്ലേ. അങ്ങനെ ഇതാ മുട്ടോടി, പഞ്ചസാര, കാശ്മീരി ചില്ലി പൗഡർ, ചിക്കൻ മസാല. എത്രയായി? മുട്ടോടി, ചിക്കൻ മസാല, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ പപ്പടം, പിന്നെ പഞ്ചസാര, പിന്നെ അപ്പോൾ ഇത് മനസ്സിലായോ എന്താണെന്നുള്ളത്? ഞാൻ അവന് കടയിൽ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് നിന്നതാട്ടോ. അപ്പോൾ അവനക്ക് ഓർമ്മയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് എല്ലാം കൂടെ ഒന്ന് പറയിപ്പിച്ചതാണ്. പണ്ട് നമ്മൾ കടയിൽ പോകുമ്പോൾ ഓരോന്നും മറന്നിട്ട് വരില്ലേ, അതേ അവസ്ഥ തന്നെയാണ് കേട്ടോ. പിന്നെ ജിനി ഇനിയും വെറൈറ്റി ഫുഡുകളൊക്കെ ഇടണം. റംലാൻ ആകാനായല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് വെറൈറ്റി ഒത്തു പിടിക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഇടാം കേട്ടോ. റംലാൻ സ്പെഷ്യലൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ ചൂട് സമയമല്ലേ, ഓയിൽ ഐറ്റം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഇവിടെ എന്താ അവസ്ഥ എന്ന് അറിയില്ല കേട്ടോ. എനിക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ അതിൻ്റെയൊക്കെ സംഭവങ്ങളാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ റംസാൻ ടൈമിൽ. പിന്നെ മധുരം അധികം കഴിക്കാൻ പാടില്ലല്ലോ. എന്താ കഴിക്കാന്ന് ഒരെത്തും പിടിയും കിട്ടണില്ല. അപ്പോൾ എന്തായാലും ഞാൻ അവൻ പോയ ശേഷം വേഗം ഒന്ന് ഹാളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് പിന്നെ അടിച്ചു വാരിയെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മോളുടെ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുന്നത് കാണിക്കാമോ? ക്ലീൻ ചെയ്യണം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഗനൈസ് ചെയ്യാൻ മാത്രമൊന്നും എൻ്റെ ഫ്രിഡ്ജിലൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ നല്ല ഭംഗിയുള്ള ബോക്സുകളിലൊക്കെ ഇങ്ങനെ ആക്കി വെക്കുന്ന ഒരു സ്വഭാവമൊന്നുമല്ല കേട്ടോ എനിക്ക്. ഞാൻ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലാണ്ട് ഇങ്ങനെ ഓരോ ബോക്സ് മേടിച്ചിട്ട് അതിൽ തന്നെ ആക്കി. ചിലപ്പോൾ ബോക്സ് മേടിക്കും, പിന്നെ ആദ്യം ഒരു 1-2 ആഴ്ചയൊക്കെ ഞാൻ യൂസ് ചെയ്യും. പിന്നെ ഭയങ്കര മടിയാണ്. നിങ്ങളെയൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അതിൽ പെട്ട ആൾ തന്നെയാണ് കേട്ടോ ഞാനും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു ദിവസം അങ്ങനെ പറ്റുകയാണെങ്കിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ അയാൻകുട്ടി നമുക്ക് സാധനങ്ങളൊക്കെ വേഗം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. 1-2 സാധനം കിട്ടിയിട്ടില്ല അത്രേ. അപ്പോൾ അവനത് മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് പോയിട്ടോ. പിന്നെ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ജിനി എറണാകുളം വരാറുണ്ടോ? ഇനി വരുമ്പോൾ ഒന്ന് നേരത്തെ പറയണേ, മീറ്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ് കേട്ടോ. ഞാൻ കുട്ടീൻ്റെ ചെക്കപ്പിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് അവിടെ തന്നെയായിരുന്നു ജോബ്. പക്ഷെ ആ ടൈമിലൊന്നും ഞങ്ങൾ അവിടെ വരിക സ്റ്റേ ചെയ്യുക അങ്ങനെയും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ തന്നെയായിരുന്നു. ഇനി വരുമ്പോൾ എന്തായാലും ഞാൻ നേരത്തെ കൂട്ടി പറയാം കേട്ടോ. അപ്പോൾ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം ഇൻഷാ അല്ലാഹ്. ഹായ് ജിനി. ജിനി എന്ന് ഞാൻ വിളിക്കില്ല, ഉള്ളി ജിനി എന്ന് വിളിക്കൂ കേട്ടോ. എത്ര വലിയ ഉള്ളിയാ ഉപയോഗിക്കുന്നത്? ഉള്ളി ഇട്ടൊരു കളിയുമില്ല ജിനിക്ക്. ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര വലിയുള്ളി വേണം. ഞാൻ എപ്പോഴും ഉമ്മാനോട് പറയും എന്തൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് വലിയുള്ളി ഒരു ദിവസം രാവിലെ ഒരു 3-4 വേണം, ഉച്ചയ്ക്ക് ഒരു 3-4 വേണം, രാത്രി ഒരു കിലോൻ്റെ അടുത്ത് വേണമെങ്കിൽ ഒരു ദിവസം യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് വരെ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. വലിയുള്ളി അത്രയും വലിയുള്ളി എനിക്ക് വേണം. ഉള്ളിക്ക് വില കൂടുന്ന സമയത്ത് പോലും എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാറില്ല. ഉള്ളി യൂസ് ചെയ്യാണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അത്രയും ഞാൻ യൂസ് ചെയ്ത് ശീലമായിട്ടോ. അങ്ങനെ റിഹാൻ ജിമ്മിന്ന് വന്നിട്ട് ചായ വേണ്ട കോഫി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനക്ക് ചായ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ ക്ഷീണിച്ചിട്ട് വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കോഫി തന്നെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഈ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഞാൻ ഗുണ്ടുമണിയാണല്ലേ. കുഴപ്പമില്ല, അങ്ങനെ കാണാനും കുഴപ്പമൊന്നുമില്ലല്ലോ, ബോറൊന്നുമില്ലല്ലോ. അയ്യോ, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ചോദിക്കണ പോലെ ഉണ്ടല്ലേ. പിന്നെ എന്തായാലും ഉള്ളിജിനി നല്ല പേര്, താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ ഉള്ളി സുര എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉള്ളിജിനി എന്നാകട്ടെ അല്ലേ ഇനി എൻ്റെ പേര്. അങ്ങനെ ഇതാ നമ്മൾ ചെറുപയർ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത്. ഇന്ന് രാവിലെ ഞാൻ പുട്ടും ബീഫ് കറിയും പപ്പടവും ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട്, ഉമ്മയും ഉപ്പയും ബീഫ് കഴിക്കില്ല. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് അവർക്ക് ചെറുപയർ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ചേച്ചിമാരും ഉണ്ട്, അപ്പോൾ അവർക്കും ഒക്കെ കറി കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി. അങ്ങനെ ചെറുപയർ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസാലകളൊക്കെ ഇട്ടു. ചേച്ചിമാരുള്ള കൊണ്ട് ഉമ്മ അവിടെ ഇവിടെ ഓരോ സാധനങ്ങൾ അവർക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരതി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ ചെറുപയർ കറി ആക്കാൻ വേണ്ടി വെച്ചു. കുട്ടി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി. മുറ്റമൊക്കെ തൊടിയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ്. ഉള്ളിൽ ഈ പ്രാവശ്യം ഈ ടൈം വൃത്തിയാക്കുന്നില്ല. നമ്മൾ ഇനിയിപ്പോൾ നോമ്പാവാനായല്ലോ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ചും കൂടി ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ വരാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഹായ് ജിനി, ഞാൻ കമൻറ്റ് ഇടാൽ റിപ്ലൈ തരുന്ന ഒരാളാണ്. ഇട്ടാൽ റിപ്ലൈ തരുന്ന ഒരാളാണ് ജിനി. ഹെയർ നല്ല ഭംഗിയുണ്ട്, ഈ വണ്ണവും ഭംഗിയുണ്ട്. സോയ ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ താജ്മഹൽ ഫാനായി. ചായ
പൗഡർ എൻ്റെ മക്കളും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും കമൻറ്റിന് ഞാൻ റിപ്ലൈ തരാം. പക്ഷേ എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ടൈപ്പ് ചെയ്ത് റിപ്ലൈ തരാൻ ചിലപ്പോൾ സമയം കിട്ടൂല. അപ്പം ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോ എപ്പോഴാണ് ഇടുന്നത് അതിൽ ഞാൻ എന്തായാലും വായിച്ചിരിക്കും കേട്ടോ കമൻറ്റ്. അപ്പം നിങ്ങൾ കാണണേ. അപ്പം നമ്മുടെ ബീഫ് കറി കണ്ടില്ലേ, എന്തൊരു മൊഞ്ചാലേ ഉണ്ടാക്കണം നോക്കിയാലോ. സാധാരണ പോലെ തന്നെ കേട്ടോ. വെളിച്ചെണ്ണയിലോട്ട് ഞാൻ ഉലുവ, വലിയ ജീരകം, പിന്നെ പട്ടഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, പിന്നെ ഒരു 3 വലിയുള്ളി, വീണ്ടും ഉള്ളി ചീനി അല്ലേ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചിട്ട് എടുക്കണം. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക, ക്യാപ്സിക്കം, തക്കാളി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികളായിട്ട് ഞാനിവിടെ നമ്മുടെ നോർമൽ പൊടികളൊക്കെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 തക്കാളി ചെറുതായതുകൊണ്ട്, ഒന്നാണെങ്കിൽ വലുത് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. മല്ലിപ്പൊടി 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്, മുളക് പൊടി 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയിട്ടെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ഒരു ടൈമിൽ 1.5 സ്പൂൺ ഇട്ട് കൊടുക്കണം, മറക്കില്ലേ. പക്ഷേ ഞാൻ മറന്നിട്ട് ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെയാണ് ഓർമ്മ വന്ന്. അപ്പോൾ പിന്നെ ഇതിലിട്ടിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ ഞാൻ. അതിന് ശേഷം ഞാൻ ഇത് വേവിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബീഫ് ഉണ്ടല്ലോ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ കുക്ക് ചെയ്യുമ്പോൾ കുക്കിംഗ് ടൈം കൂടുന്നുണ്ടോ ഒന്ന് പറഞ്ഞു തരണേ. എനിക്ക് പലപ്പോഴും ഉള്ളൊരു സംശയമാണ് കേട്ടോ. നമ്മൾ മേടിക്കണ ദിവസവും പിന്നെ ഫ്രീസറിൽ നിന്ന് ഐസ് പോയിട്ട് കുക്ക് ചെയ്യുമ്പോഴും രണ്ട് കുക്കിംഗ് ടൈം ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം, ഉപ്പും കറിവേപ്പിലയും വലിയ ജീരകമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് അടച്ച് വെച്ചിട്ടുണ്ട്. ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മൾ അപ്പുറത്ത് കുക്കറിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറുപയർ കറി. അപ്പോൾ അതായപ്പോൾ ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ പുട്ടിൽ ആക്കാൻ വേണ്ടിയിട്ട് കുക്കർ അപ്പുറത്തോട്ട് വെച്ചു. തേങ്ങ ഞാൻ ചിരവി എടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് ശരിയാണ്, തംബ്നെയിൽ കണ്ട് ഹാപ്പിയായി. താങ്ക് യു സോ മച്ച്. ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. ഞാൻ iPhone 14 Pro Max ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്താ വീട്ടിൽ നല്ല പണിയുണ്ടല്ലോ, സൂപ്പർ കുക്കിംഗ്. താങ്ക് യു സോ മച്ച് മുത്തേ. ഇവിടെ ഒരു 3-4 മാസം കൂടുമ്പോൾ നമ്മൾ തൊടിയൊക്കെ ഒന്ന് നേരാക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേച്ചിമാരെ വിളിക്കുന്നതാണ്. എപ്പോഴും തൊടി അടിച്ചു വാരി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ എന്താ പറയുക, ഒരുപാട് ഇലകളൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല. കുറച്ചാണെങ്കിൽ ഞാനിങ്ങനെ സെറ്റാക്കി എടുക്കും കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്കൊന്ന് അടിച്ചു വാരി സെറ്റാക്കണം ഇൻഷാല്ല. പിന്നെ ഒരു ഹായ് തരുമോ ചോദിച്ചിട്ടുണ്ട് അനി. ഹായ് മുത്തേ. പിന്നെ ലച്ചൂസ് വ്ളോഗ് പറഞ്ഞിട്ടുണ്ട് സൂപ്പർ കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്സാം വലൈക്കും പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പിന്നെ ചുള്ളിമട ആന ഇറങ്ങിയെന്ന് ന്യൂസിൽ കണ്ടു. ആന ഇറങ്ങിയിട്ടുണ്ട്. പലവടിയും സ്റ്റാറ്റസൊക്കെ ആൾക്കാർ വെക്കുന്നത് കണ്ടു കേട്ടോ ഞാൻ. അപ്പോൾ ഹായ് ഇത്ത, FWF ജോയിൻ ചെയ്തിരുന്നു. ഞാൻ ജസ്റ്റ് അവർക്കൊരു വീഡിയോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ നമ്മുടെ ഒരു ജോബിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. അങ്ങനെ പരിപ്പ് കറിയൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ ഉള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ചെറുപയർ കറിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറുപയർ കറിയാണ് സെറ്റാക്കി എടുത്തത്. പുട്ട് അവിടെ ആവി വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ ബീഫ് ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ഓട്ടപ്പാച്ചിലാണ് അല്ലേ രാവിലെ എണീച്ചതും. അങ്ങനെ പപ്പടം വറുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ ഇനി. അതേപോലെ നമുക്ക് വെറും യൂട്യൂബ് മാത്രമല്ല, നമുക്ക് FB ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഒരുപാട് കമൻസ് ഒക്കെ നമുക്ക് ഇടുന്നതാണ്. സൂപ്പർ അടിപൊളി, സൂപ്പർ മസ്റ്റ് ട്രൈ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ സൂപ്പർ എൻ്റെ കമൻസ് വായിച്ച് കേട്ടു, സന്തോഷമായി ഇത്ത. ഇനിയും കമൻറ്റ് ഇടും, ഇനിയും ഇത്ത വായിക്കണം. ഇത്ത ലഞ്ച് സൂപ്പർ. ഞാനും പയറിഞ്ഞു ഉപ്പ് ഇട്ടു. പിന്നെ നോക്കുമ്പോൾ ഉപ്പ് ഉണ്ടാവില്ല. സോയ എങ്ങനെ വെക്കാമല്ലേ, ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സോയ എങ്ങനെയാണ് പൊടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കുതിർത്തിയ ശേഷം പൊടിക്കുകയാണ് കേട്ടോ. പച്ചവെള്ളത്തിലാണ് ഞാൻ കുതിർത്തിയത്, ചൂടുവെള്ളത്തിലും കുതിർത്താൻ പറ്റൂ കേട്ടോ. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് എന്താ പറയുക ഹാർട്ട് അയച്ചിട്ടുണ്ട്, അങ്ങനെ പലതും. പിന്നെ വേറൊരു കാര്യം, എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഗ്രീനും റെഡും ഹാർട്ട് ഇടണം കേട്ടോ കമൻ്റായിട്ട്, ഫുള്ളായിട്ട് കാണുന്ന ആൾക്കാർ. അതേപോലെ ലൈക്ക് ചെയ്യുന്ന ആൾക്കാരും വേഗം ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോ എത്ര ലൈക്ക് കിട്ടുന്നുണ്ട് എന്നൊന്ന് നോക്കണം. ഒരു 500 ലൈക്കെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഉപ്പാക്കും ഉമ്മാക്കും ഉള്ള ഫുഡ് റെഡിയാക്കി. അവർ ബീഫ് കഴിക്കാത്തതുകൊണ്ട് എന്താ പറയുക, അവർ നേരത്തെ കഴിക്കട്ടെ അല്ലേ. നമ്മൾ പിന്നെ ബീഫിന് വെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഞാൻ പപ്പടം കാച്ചിട്ട് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഉപ്പാനെയും ഉമ്മാനെയൊക്കെ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി. അവർ പഴം എടുക്കാറുണ്ട് കേട്ടോ പുട്ടുണ്ടാകുമ്പോൾ.
പിന്നെ നമ്മുടെ ഫൈസു എന്നുള്ളൊരു ഐഡിയയിൽ നിന്ന് എനിക്ക് ഭയങ്കര ഒരു പരാതി വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ കമൻറ്റ് തരുന്നില്ല എന്നാണ് പറയുന്നത്, റിപ്ലൈ തരുന്നില്ല എന്നായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വ്ളോഗ് വഴി ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്രീമി എഗ്ഗ് കറി കാണിക്കും, ഇൻഷാല്ലാ ഞാൻ കാണിക്കാം മുത്തേ, എന്തായാലും കാണിക്കാം. ഷോർട്ട് വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുത്തിട്ടില്ല, എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബ്ലെൻഡർ ആണെങ്കിൽ ബിരിയാണി പോട്ടാണെങ്കിലൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയി ചെയ്യാം. അപ്പോൾ ഉമ്മയും ഉപ്പയും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. നമ്മുടെ ബീഫ് കറി ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടാൽ ഒരുപാട് നാളായിട്ടോ ഞാൻ ഇങ്ങനെ കഴിച്ചിട്ട്, അതാണ് എനിക്ക് ഇത്രയും സന്തോഷം. അതായത് പുട്ടിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ ബീഫ് കറി എന്ന് പറയുന്നത്. അപ്പോൾ പുട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ചിരട്ടപ്പുട്ട്, പപ്പടം, അതിൻ്റെ കൂടെ ബീഫ് കറിയും. പിന്നെ കണ്ണ് തട്ടാണ്ടിരിക്കാൻ നമ്മളിതാ കുറച്ച് ചെറുപയർ അല്ലേ, പണ്ടുള്ളവർ പറയുന്ന പോലെ കണ്ണ് തട്ടാണ്ടിരിക്കാൻ. ഓക്കെ, അപ്പോൾ അത് കുഴയ്ക്കുമ്പോൾ എൻ്റെ കൈയൊക്കെ പൊള്ളുന്നുണ്ട്, എന്നിട്ടും ഞാൻ വിടുന്നില്ല. ഞാൻ വിടത്തില്ല, ഞാൻ കഴിക്കും. പിന്നെ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ സംസാരിക്കുന്നത് കൊഞ്ചിയാണ് അല്ലെങ്കിൽ ഓവറാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു കേട്ടോ. നിങ്ങളെ വീഡിയോ എനിക്ക് പണ്ട് ഇഷ്ടമുണ്ടായിരുന്നു, ഇപ്പോൾ തീരെ ഇഷ്ടമല്ല. കാരണം നിങ്ങൾ സംസാരിക്കണത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും അല്ലേ. പിന്നെ അതുപോലെ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ നിൽക്കുമല്ലോ, ഇപ്പോഴൊക്കെ നിൽക്കണ്ടല്ലോ. എല്ലാവരും ഭയങ്കര പുകഴ്ത്തലായപ്പോ ഇപ്പോഴൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മ കണ്ടു മക്കളുണ്ടാവുള്ളൂ പൊരിച്ചല്ലേ അല്ലേ, കുട്ടികളിന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പൊരിച്ചല്ലേ അമ്മമാതിരി പൊരിച്ചല് മക്കൾക്കും ഉണ്ടാവുമല്ലോ. चपाती बैगन नाश्ता भाई है वांगी से पका चपाती बनेगा यहाँ पर 5 अंडों का ऑमलेट खाते हैं 5 अंडे कौन നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ചേർക്കില്ല, ജീരകം ഒന്നും ചേർക്കില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ചെറിയ ജീരകം ചേർക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്, ഫ്ലേവർ. അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്ക്. പേസ്റ്റ് നമ്മൾ ചതച്ചതും ചേർക്കുക, പേസ്റ്റായിട്ടും ചേർക്കുക. അതിലൊന്നും വലിയൊരു ഇതൊന്നും ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്തായാലും നമ്മൾ ഈ ഒരു വേലുണ്ടാക്കി കാണിച്ചു തന്നതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാട്ടോ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ ചിക്കനൊക്കെ പല രീതിയിൽ വെക്കില്ലേ, അതേപോലെ തന്നെ ഓരോന്നും പല പല രീതിയിൽ വെക്കും. അതിടില്ല ഇതിടില്ല അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഈ കത്തി നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കത്തി ഒരു 2 മാസമൊക്കെ നല്ലതാണ്, അത് കഴിഞ്ഞാൽ മൂർച്ചയൊക്കെ പോകും കേട്ടോ. അപ്പം ആ രീതിയിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ. ഞാനും ഇന്ന് പൂരി ഉണ്ടാക്കി, എനിക്കും ഇന്ന് പൂതിയായി പൂരിയും ബാജിയും കഴിക്കാൻ. ഓക്കെ, എനിക്ക് ഇടയ്ക്ക് പൂതിയാവും കേട്ടോ. കുക്കറിൻ്റെ വിസിൽ എണ്ണ ഒഴിച്ചാൽ ഇങ്ങനെ തിളച്ച് പോകില്ല. എണ്ണ ഞാൻ പരിപ്പിലൊക്കെ ഒഴിക്കാറുണ്ട്, എന്നിട്ട് തിളച്ചൊക്കെ പോവില്ല. സ്പൂൺ ഇട്ടിട്ട് തിളച്ച് പോയിട്ടില്ല കേട്ടോ. പിന്നെ വായിൽ അറിയാതെ വെള്ളം വന്നു പോയി എന്ന് പറയുന്നുണ്ട്. ഇൻഷാല്ലാ സാറില്ല, അത് ശരിയായിക്കോളും. അപ്പം നമ്മുടെ ടിഫിൻ റെസിപ്പി സൂപ്പറാണ്, ഷോള് സൂപ്പറാണ്. അതിൻ്റെ ബ്ലൂ ഷോളില്ല, അത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കളർ പോകുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, രസമുണ്ട് കേട്ടോ അത് കാണാൻ. പിന്നെ എനിക്ക് വയ്യാണ്ടായാലും ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ പിള്ളേരെ എടുത്ത് കഴിക്കും. എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോലും വയ്ക്കില്ല മുത്തേ, അത്രയും വയറുവേദനയായിരിക്കും, അൺസഹിക്കബിളാണ്. 3 ഡോളോയാണ് ഞാൻ കഴിച്ചത്, രാത്രി ഒന്ന് രാവിലെ ഒന്ന് ഉച്ചയ്ക്കൊന്ന്. ഇങ്ങനെ ഡോളോ കഴിച്ച് കയറ്റുന്ന ആരെങ്കിലും ഉണ്ടോ?
അത്രയും വയറുവേദനയായിരിക്കും. എനിക്ക് സഹിക്കാൻ പറ്റില്ല, അങ്ങനെ കരച്ചിലൊക്കെ വരും, ഇരുന്ന് കരയൊക്കെ ചെയ്യും കേട്ടോ. ആ സമയത്ത് ഭയങ്കര ഡിപ്രഷനായിരിക്കും. ഞാൻ എപ്പടി റിഹാൻ അങ്ങനെ പിള്ളേരെയും കൊണ്ടും കെട്ടിയവനെയും കൊണ്ടൊക്കെ അഭിപ്രായം പറയിപ്പിക്കൽ എൻ്റെ ശീലമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആബിദ റഷീദ് പറഞ്ഞ പോലെ നമ്മൾ ഓരോ ഡിഷ് ഉണ്ടാക്കുമ്പോഴും അതൊരു ചമ്മന്തി ആണെങ്കിൽ പോലും അവിടെ നമ്മുടെ സമയം, നമ്മുടെ എനർജി, നമ്മുടെ എഫേർട്ട് എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് കഴിച്ചിട്ട് അവരൊരു പുഞ്ചിരി, അവരല്ലെങ്കിൽ നന്നായിട്ടുണ്ട് എന്ന ഒരു വാക്ക് പറയുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം എണിച്ചുണ്ടാക്കാനുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഇത് അത് മതി അല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എനിക്കത് കേട്ടിട്ടില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. കേൾക്കാത്ത ദിവസങ്ങളിൽ ഞാൻ ചോദിച്ച് മേടിക്കാറുണ്ട്. അധികം അവർ പറയാണ്ടിരിക്കില്ല. പക്ഷേ ചില സമയത്ത് സ്കൂളിലേക്കൊക്കെ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാലേ പിള്ളേർ വരുമ്പോൾ തന്നെ ജിനിമ ഇന്ന് കിടുവായിരുന്നു, അടിപൊളിയായിരുന്നു, ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമായി, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അത് കേട്ടാൽ ചിലപ്പോൾ എനിക്കത് മതി, ഞാൻ അന്ന് ഫുൾ ഹാപ്പി ആവാൻ അതേ മതി കേട്ടോ. ഇടയിൽ ഞാനൊരു ചമ്മന്തി അരച്ച് കൊടുത്തപ്പോൾ 2 പിള്ളേർ ഒരുമിച്ച് വന്നിട്ടാണ് കേട്ടോ എന്നോട് പറഞ്ഞത് അടിപൊളി ചമ്മന്തിയായിരുന്നു, റിഹാന അത് ദോശയ്ക്കും ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിച്ചു അത്രേ. അപ്പോൾ അവനതിങ്ങനെ പറഞ്ഞ്. പിന്നെ ഞാൻ തന്നെ എൻ്റെ ഫുഡിനെ ഇരുന്ന് പുകഴ്ത്തണം ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അധികം അങ്ങ് പറയുന്നില്ല. നമ്മളെ ജിമ്മിലുള്ള പിള്ളേരൊക്കെ ഫുഡ് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് അവർ കഴിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഞാൻ വ്ളോഗിലൂടെ പറയാം കേട്ടോ. അവരെ കൊണ്ട് പറയിപ്പിക്കണം എന്നുണ്ട്, പക്ഷെ അവർ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്തെടുത്തു. ഇന്ന് ലഞ്ചിന് ഞാൻ ഉമ്മാക്കും ഉപ്പാക്കും മാത്രം ചോറ് വെക്കാൻ വിചാരിച്ചു കേട്ടോ. അവർക്ക് ഫിഷ് കറി ഉണ്ട്, ഫിഷ് ഫ്രൈ ആക്കിയതും ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് കാലമായിട്ട് ഉണ്ടാക്കണം വിചാരിച്ചത് സംഭവമുണ്ട്, ഒരു ക്രീം ചീസ് പാസ്ത എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻ്റെ കയ്യിൽ അധികം ക്രീമും ഇല്ല, അധികം ചീസും ഇല്ല, ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കണതിൻ്റെ ഇടയിലാണ് 12:30 ആയത് ഓർമ്മ വന്നത് കേട്ടോ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല സമയമായി. പിന്നെ ഞാൻ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം വെച്ചു, അതിൽ ഇച്ചിരി ഉപ്പും എന്താ പറയുക ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പാസ്തക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ പാസ്തയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല. വെള്ളം തിളച്ചപ്പോൾ അത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോഴേക്കും നമുക്കൊരു മസാല റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ പാൻ വെച്ച് കൊടുത്ത് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. നമ്മൾ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും വലിയുള്ളി 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് തക്കാളി വേണം, ഒരു വലിയ പെപ്പർ, നമ്മുടെ ക്യാപ്സിക്കം വേണം കേട്ടോ. യെല്ലോ ആണ് കയ്യിലുണ്ടായിരുന്നത്, റെഡ് ഉണ്ടെങ്കിൽ റെഡ് എടുത്തു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം നല്ലപോലെ. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടോ. ഒന്നായ ശേഷം ഞാൻ ഇത് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ കാസ്റ്റ് അയണിൻ്റെ ചട്ടിയിൽ എന്ത് വെച്ചാലും അപ്പം തന്നെ അതിന് മാറ്റണം, ഇല്ലെങ്കിൽ ഒരു അയണിൻ്റെ ചുവ അടിക്കും കേട്ടോ, ഒരു ഇരുമ്പിൻ്റെ ചുവ അടിക്കും. ഇനി ഇതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ പാസ്ത അവിടെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് കോരിയെടുക്കുന്നുണ്ട്. ഈ പാസ്ത വേവിച്ച വെള്ളം നമുക്ക് കുറച്ച് വേണം കേട്ടോ. ഏകദേശം 1 കപ്പോളം ഞാൻ ആ വെള്ളം കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഒന്ന് ഊറ്റിയെടുക്കണം നമ്മൾ പാസ്ത എന്ന്. എന്നിട്ട് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയാൽ ഒട്ടാണ്ട് കിട്ടും. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഞാനിതാ വഴറ്റി വെച്ച എല്ലാ സംഭവങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട്. വീട്ടിലുണ്ടായിരുന്ന ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തത്. നമ്മൾ ഫ്രഷ് ക്രീം മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്താലാണ് ഒന്നുകൂടി തിക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ പാസ്ത വേവിച്ച വെള്ളം ഇതെല്ലാം നല്ല പോലെ അടിച്ചു കൊണ്ടുവരിക. ഇതുപോലത്തെ ഒരു പാനിൽ നമുക്ക് അടിച്ചത് ഇട്ട് കൊടുക്കുക. ഇനി ഒന്നും കൂടി അടിക്കണം കേട്ടോ. എൻ്റെ കുറച്ച് കടിക്കാനുണ്ടായിരുന്നു. അതിലോട്ട് ഇച്ചിരി ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഭാഗം ഞാൻ കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെപ്പർ ശരിക്കില്ല. പിന്നെ ഉപ്പും കൂടെ കുറച്ച് വേണം തോന്നിയപ്പോൾ ഇട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇതാണ് ഉണ്ടായിരുന്നത്. കൊടുക്കേണ്ടത് മൊസറല്ല ചീസാണ്, സ്ലൈസാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിൽ ചീസ് കമ്മിയായിരുന്നു കേട്ടോ. ചീസ് ഇനിയും വേണം ശരിക്കും പറഞ്ഞാൽ. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഫ്രഷ് ക്രീമും കുറച്ചും കൂടെ വേണം ശരിക്കും പറഞ്ഞാൽ. ഇനി വേവിച്ച പാസ്ത അതിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിത് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ, ഒന്ന് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്നത് വരെ വേവിച്ചെടുക്കുക. സംഭവം സെറ്റാവും.
ചീസ് കുറച്ചുകൂടി ഉണ്ടെങ്കിൽ അതിങ്ങനെ ചീസ് ഇങ്ങനെ വലിഞ്ഞ് വരുന്ന ഒരു ടെക്സ്ചർ ആവും കേട്ടോ, അത്രയും ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷേ ഇതിൽ തന്നെ അത്യാവശ്യം ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ചീസിൻ്റെ. അങ്ങനെ അത് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമായി. പക്ഷേ ഞാൻ ലഞ്ചിലൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാ ഈ നേരം വരെ ഞാനൊരു ചായ ഒരു ആപ്പിളൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാ നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. അധികം എരിവൊന്നും ഇടാൻ ഇഷ്ടമല്ലാത്ത കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ എന്തായാലും പറ്റും കേട്ടോ ഇത്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. പിന്നെ നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. ഇന്ന് അത്യാവശ്യം സമയമായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. കാരണം ഞാൻ എന്തായാലും ലഞ്ച് കഴിക്കുന്നില്ല. അപ്പോൾ ലഞ്ചൊക്കെ അവർക്ക് കൊടുത്ത ശേഷം പതുക്കെ റിലാക്സ് ചെയ്തിട്ട് പോയി കുളിച്ചാൽ മതിയല്ലോ എന്നാണ് കേട്ടോ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്തു, വേഗം പോയി ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാനൊന്നും കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട്. കാരണം ബീഫ് വെക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് ചിക്കൻ ഉണ്ടായിരുന്നില്ല. ചിക്കൻ ഞങ്ങൾ വീക്കെൻഡിലല്ലേ മേടിക്കുക. ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ചിക്കൻ ഉണ്ടാക്കും. അപ്പോൾ മനഃപൂർവ്വം മാറ്റി വെച്ചതാണ്. അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ ബീഫ് കഴിക്കുമ്പോൾ അവർക്ക് ഒന്നും ഉണ്ടാവില്ലല്ലോ. അത് എനിക്കിഷ്ടമല്ല. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ തുടച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ റിഹാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഞാൻ അവനക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അവനൊരു സീരീസ് കാണുന്നുണ്ട്, ഒരു ജാപ്പാനീസോ അങ്ങനെ എന്തോ. ഞാനൊരു എന്താ പറയുക ടർക്കിഷ് സീരീസും കാണുന്നുണ്ട്. അപ്പോൾ അതിലത്തെ ഓരോ വാക്കുകളെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞടിക്കുക. ഇതിൻ്റെ അർത്ഥം നീ പറ, എന്നാ ഞാൻ നിനക്ക് 100 രൂപ തരാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല രസമുണ്ട്. അതിൽ 2-3 വാക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പഠിച്ചിട്ട് വേണം അവരോട് ബെറ്റ് വെക്കാൻ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഒന്നിൻ്റെ അർത്ഥം അവർക്ക് ഇനിയും കിട്ടിയിട്ടില്ല, ഒന്നിൻ്റെ പിന്നെ ഇക്ക പറഞ്ഞു കൊടുത്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഫിഷ് ഫ്രൈ. ഇനിയിപ്പോൾ ആ വാക്ക് നിങ്ങളോട് ചോദിച്ചാലോ, നിങ്ങൾ പറഞ്ഞു തരും അർത്ഥം നോക്കാല്ലേ, വേറൊരു വ്ളോഗിൽ ചോദിക്കാം. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ അതിൽ. അങ്ങനെ ഫിഷ് ഫ്രൈ ഒക്കെ ആക്കി കറിയും ചോറും പ്ലേറ്റും ഒക്കെ കൊണ്ടുവച്ചു. പിള്ളേർക്ക് ഞാൻ പാസ്ത വിളമ്പി കൊടുക്കുകയാണ്. പിന്നെ ഇക്ക വർക്ക് ചെയ്യാണ് കേട്ടോ അവിടെ ലാപ്പിൽ. അപ്പോൾ റൂമിൽ കൊണ്ടുവന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നോട്. അങ്ങനെ ഇതാ ഞാൻ എന്താ പറയുക നമ്മുടെ ക്രീം ചീസ് പാസ്ത എടുത്തു. ക്രീമി ചീസി പാസ്ത അങ്ങനെ എന്താ പേര് കറക്റ്റൊന്നും എനിക്കറിയില്ല. ഇറ്റാലിയൻ ഫുഡാണെന്ന് പറയുന്നത് കേട്ടു. അല്ലേ, മണ്ടത്തരം വിളിച്ച് പറയുന്നുണ്ടോ അടച്ചവനെ. അപ്പോൾ എന്തായാലും സംഗതി ഇതാണ്. കുട്ടികൾക്ക് ഞാൻ സെർവ് ചെയ്ത് കൊടുത്തു. രണ്ടാൾക്കും നല്ലോണം ഇഷ്ടമായി, എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. അവർക്ക് പിന്നെ ഇങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് അയക്കാക്ക് കൊണ്ടു കൊടുത്തു. കുറച്ച് മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറൊന്നും വേണ്ട പറഞ്ഞു. അങ്ങനെ നമ്മൾ ലഞ്ചെല്ലാം കഴിച്ച് പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കുറേ നേരം കിടന്ന് ചായ എല്ലാം ഉണ്ടാക്കി. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫേവറേറ്റ് അരിയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ സിറ്റി മാർട്ടിൽ പോയില്ല, ഒന്ന് മാറ്റി പിടിക്കാൻ തോന്നിയിട്ടാ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ്. റെഡി ആയിട്ട് ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഒരു 6 മണിയില്ല 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചായയും കുടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. എനിക്ക് മാത്രമേ പോകുന്നുള്ളൂ. നമ്മുടെ ഫ്രണ്ട് ഏരിയയൊക്കെ കംപ്ലീറ്റ് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 ദിവസമായിരുന്നു പണി. നമ്മുടെ തൊടി മാത്രമാണ് കേട്ടോ പണിയെടുത്തത്. 2 ദിവസം തൊടി, പിന്നെ ടെറസിൻ്റെ മേലെ ബാത്റൂമുകളൊക്കെ ക്ലീനാക്കി. അങ്ങനെ പിന്നെ വീട് ഇനി ക്ലീനാക്കുന്നത് ഞാൻ നോമ്പ് അടുപ്പിച്ച് വിളിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചെയ്താൽ പിന്നെ നമ്മൾ വീണ്ടും ചെയ്യാൻ നിൽക്കണമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എൻ്റെ മുഖത്ത് വെയിലടിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഗ്ലേസ് വന്നത്. ഇനിയിപ്പോൾ ഗ്ലോ എങ്ങനെ വന്നു എന്നൊന്നും ചോദിക്കണ്ട, അത് മുഖത്ത് വെയിലടിച്ചപ്പോൾ വന്നതാണ്. അപ്പോൾ അതാ നമ്മൾ ഈസി മാർട്ടിലോട്ട് വന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ പോകുന്നത്. കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു അരി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മുടെ ബാസ്മതി റൈസ് ഇല്ലേ ഇന്ത്യ ഗേറ്റിൻ്റെ, അതിൽ വെച്ചിട്ട് നമ്മൾ ഇപ്രാവശ്യം മട്ടൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മട്ടൻ ബിരിയാണി ഇപ്പം അടുത്ത് നമ്മൾ ഉണ്ടാക്കി, എന്നാലും ഈ ഒരു അരി വെച്ചിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു. കസ്റ്റാർഡ് പൗഡറും പിന്നെ മേളത്തിൻ്റെയാണ് കേട്ടോ ഞാൻ മസാല പൗഡർ എടുത്തു. അപ്പോൾ ഇക്ക പറഞ്ഞു ഈസ്റ്റേണിൻ്റെ എടുത്താൽ മതി പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിന് മാറ്റി ഈസ്റ്റേൺ ആക്കി. നമ്മളിത് അത്രയും ഐറ്റംസ് എടുത്തിരുന്നു. ബില്ലെല്ലാം കൊടുത്തു. ഒരു ഭാഗത്ത് തടി കുറയ്ക്കുന്നു, ഒരു ഭാഗത്ത് തടി കൂട്ടാനുള്ള സാധനങ്ങൾ മേടിക്കുന്നു. എന്തായാലും ഇക്കാണെങ്കിൽ നല്ലോണം കുറഞ്ഞു പോകുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനും കുറഞ്ഞിട്ടുണ്ട്. ഞാൻ 70 കിലോ ആയിട്ടുണ്ട്. പക്ഷെ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇനി തോന്നുന്നുണ്ടോ എന്ന്
എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ അവിടെ തന്നെ വെജിറ്റബിൾ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി കുറച്ച് വെജിറ്റബിളൊക്കെ മേടിച്ചിട്ട് വന്നു. ഇതാ ഈ ഒരു ഭാഗത്താണ് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കഞ്ചിക്കോടുള്ള ആൾക്കാരൊക്കെ. അങ്ങനെ വെജിറ്റബിളും സെറ്റായി. ഇനിയിപ്പോൾ ഞങ്ങൾ അതെല്ലാം പെറുക്കി കൂട്ടി വീട്ടിലോട്ട് പോകണം. പിന്നെ മേടിച്ച സാധനങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണിക്കാം. അങ്ങനെ ഞാൻ ഇക്കാനോട് പറയാം, ഞാൻ നിങ്ങളധികം വ്ളോഗിൽ കാണിക്കൂല, നിങ്ങൾ മെലിഞ്ഞിക്കുകയാണ്, ഞാൻ കാണിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോയി എവിടെ എത്തി? ഇതിപ്പോൾ എവിടെയാ എനിക്ക് തന്നെ അറിയില്ല, വണ്ടി പോകുന്നില്ലല്ലോ, നിൽക്കുകയാണല്ലോ അല്ലേ. ഓക്കെ, ആ വീഡിയോ എടുത്ത് ഞാൻ മറന്നു പോയിട്ടാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കഴിയാനായി. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനി വരാം. കുഞ്ഞല്ല അല്ലേ, നല്ലൊരു വലിയ വ്ളോഗായിട്ട് ഇനി വരാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മൾ സൺഡേ കുക്ക് ചെയ്യുന്ന ഫുഡൊക്കെ ഇടണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്, അതൊക്കെ ആയിട്ട് ഇനി വരും. അപ്പോൾ തൽക്കാലം ഇപ്പം ഞാനങ്ങ് സ്കൂട്ടായാലോ? വേണ്ട അല്ലേ, വീട്ടിലോട്ട് എത്തട്ടെ അല്ലേ, എന്നിട്ട് സ്കൂട്ടാവാം അല്ലേ. അപ്പോൾ ഇങ്ങനെ പോയി കുട്ടികളുടെ സ്കൂളൊക്കെ കഴിഞ്ഞു. ഈ വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറഞ്ഞാലേ ചില്ലറ കാര്യമൊന്നുമല്ല കേട്ടോ. ഞാനൊന്നും എവിടെ എഴുതി വെക്കാറില്ല, മനസ്സിൽ തോന്നുന്നതൊക്കെ അങ്ങ് വിളിച്ച് പറഞ്ഞ് കൊടുക്കുകയാണ്. പണ്ട് പഠിച്ചിരുന്ന സമയത്ത് ഇതെങ്ങാനും ഉണ്ടായിരുന്നു വെച്ചാൽ എവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം